ജസ്റ്റിസ് ഹേമയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു നിയമമന്ത്രി പി രാജീവ്. കമ്മിറ്റിയെ പഴിക്കുകയാണ് സർക്കാർ. മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശമുണ്ടായില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. സൈഫുനിസ അലിയാർ മന്ത്രിയോട് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സൈഫുനിസ അലിയാർ, ആവർത്തിച്ച് ചോദിച്ചിട്ടും മന്ത്രി പി രാജീവിന് ഈ ഒഴിവാക്കിയ 11 ഖണ്ഡികകളെ പറ്റി ഒന്നും പറയാനുണ്ടായിരുന്നില്ലേ? കോടതിയിൽ നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഇനി കോടതി നോക്കട്ടെ എന്നാണോ സർക്കാരിന്റെ നിലപാട്? സൈഫുനിസ, സുജിയ, തീർച്ചയായും സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയുവാനായി. കാരണം സർക്കാർ പ്രതിനിധിയായ നിയമമന്ത്രിയായ പി രാജീവിനോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ പി രാജീവ് പറഞ്ഞത് താൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല, അത് റിപ്പോർട്ട് കാണാനും റിപ്പോർട്ട് പുറത്തുവിടുവാനും ഏതൊക്കെ ഭാഗം ഒഴിവാക്കണം, ഏതൊക്കെ പേരുകൾ ഒഴിവാക്കണം എന്നെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോടാണ്. ഈ ഓഫീസറാണ് ഇതിന് ചുമതലപ്പെടുത്തിയ ആൾ. ഈ ചുമതലപ്പെടുത്തിയ ആൾക്കാണ് ഈ റിപ്പോർട്ടിന്മേലുള്ള പൂർണ്ണാധികാരവും ഉത്തരവാദിത്വവും. അതുതന്നെ സർക്കാരിന് മറ്റൊരു ഉത്തരവാദിത്വമില്ല, സർക്കാരിന് ഈ വർഷത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അഴകുഴമ്പൻ നിലപാടാണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് നടത്തുന്നതെന്ന് വേണം പറയുവാനായി. അതായത് കൃത്യമായി ഈ SPIOക്കാണ് ഇതിന്റെ പൂർണ്ണ ചുമതല. ഖണ്ഡിക ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഖണ്ഡിക പുറത്തു വിടരുതെന്ന് പറഞ്ഞത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ SPIOക്കാണ്. SPIO ആണ് ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കേണ്ടത് എന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമമന്ത്രി കൂടിയായ പി രാജീവ് പറയുന്നത് ജസ്റ്റിസ് ഹേമയ്ക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ്. അതായത് ഈ ഹേമ കമ്മിറ്റിയുടെ അധ്യക്ഷയായ ജസ്റ്റിസ് ഹേമയ്ക്ക് വീഴ്ച പറ്റി. ഒരു ജസ്റ്റിസ് ആണ് ഒരു പ്രശ്നം അവരുടെ മുൻപിൽ ഒരു മൊഴിയായി വരുന്നു. അപ്പോൾ ഒരു ജസ്റ്റിസ് അതല്ലെങ്കിൽ ഒരാള് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എന്താകണം പ്രതികരണം? അതായത് ഇത്തരത്തിലൊരു ക്രിമിനൽ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്, ക്രിമിനൽ കുറ്റകൃത്യത്തിനെ കുറിച്ചുള്ള പരാതിയാണ് തനിക്ക് മുമ്പിൽ വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ആക്ഷനാണ് ഇവർ എടുക്കേണ്ടത്? ആ ആക്ഷൻ എടുത്തിട്ടില്ല എന്നതാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. അതായത് ഈ റിപ്പോർട്ടിന് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന് ഒരു ശുപാർശ ഉണ്ടായിരുന്നില്ല, എന്താണ് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നതെന്ന് വ്യക്തമായിരുന്നില്ല എന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. അതായത് ഈ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കണം എന്ന ഒരു സെന്റൻസ് ആ റിപ്പോർട്ടിലില്ല. അതാണ് ആയുധമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായി. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് സർക്കാരിന് മാറി നിൽക്കാനാവില്ല. ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമാണ്. ഈ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നതാണ് സർക്കാർ എന്ന് പറയുന്നത്. കേവലം ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഖണ്ഡിക ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഖണ്ഡിക കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ സർക്കാരിന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സ്വകാര്യത മാനിച്ചാണ് SPIO പേരുകൾ ഒഴിവാക്കിയതെന്നാണ് പറയുന്നത്. പേരുകൾ ഒഴിവാക്കിയത് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് പേര് ഒഴിവാക്കി, സ്വകാര്യത മാനിച്ചുകൊണ്ട്. പക്ഷേ ഖണ്ഡിക ഒഴിവാക്കുവാനായി, ഈ പറയുന്ന 192 ഖണ്ഡിക ഒഴിവാക്കുവാനായി എന്ത് നിർദ്ദേശമാണ്, എവിടെ നിന്നാണ് വന്നതെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും സർക്കാരിന് മുന്നിൽ വ്യക്തമായ ഉത്തരവില്ല എന്നുള്ളതാണ്. സംഘടനയുടെ പ്രതികരണം എക്സിക്യൂട്ടീവ് കൂടുന്നില്ല എന്നല്ലേ ഉള്ളൂ. താരസംഘടനയുടെ ആളുകളൊക്കെ കൊച്ചിയിലുണ്ടല്ലോ, അവരുടെ പ്രതികരണം എടുക്കണം സൈഫുനിസ. ഇതിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് നമുക്ക് അറിയണം.